ബാലു, വിടരുതവരെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ചതിച്ച് ആരും രക്ഷപ്പെട്ടു പോരുത്. ബാലു അല്ലേ ആ സിദ്ധുവിനെ MLA ആക്കിയത്? എന്നിട്ട് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തിയില്ലേ? അവന്റെയും കുടുംബത്തിന്റെയും വിഷപ്പല്ല് ഞാൻ ഊരിയെടുക്കും ചന്ദ്രൻ. എണ്ണി എണ്ണി കണക്ക് പറഞ്ഞ് ഞാൻ പ്രതികാരം വീട്ടും. ദുഷ്ടക്കൂട്ടങ്ങൾ നന്ദനെ ആ പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ചിട്ട് നമ്മുടെ മോക്ക് ഓരോ ആഗ്രഹങ്ങൾ കൊടുത്ത് മോഹിപ്പിച്ചു. എനിക്കറിയാം, കരുതി കൂട്ടി നമ്മളുടെ മോളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയതാ. എന്റെ തണലിൽ സിദ്ധാർത്ഥന്റെ രാഷ്ട്രീയത്തിൽ ഉയർന്നു പൊങ്ങണം. മന്ത്രിയാവാനും സ്ഥാനമാനങ്ങൾ കിട്ടാനും എന്നെ വേണമായിരുന്നു അവന്. ഇങ്ങനൊരു ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വിടരുതവരെ. നമ്മുടെ മോളെ അവര് ചന്ദ്ര കരയരുത്, ചന്ദ്ര കരയരുത്. കരഞ്ഞാൽ നമ്മൾ തകർന്നു പോവും. മനസ്സ് കല്ലുപോലെ ആക്കണം. കണ്ണീരും സഹതാപവും സ്നേഹവും ഒക്കെ മാറ്റിവെക്കണം. ദുർബല വികാരങ്ങളൊന്നും വേണ്ട. നമ്മുടെ മോളോട് കാട്ടിയ കൊലച്ചതിക്ക് പകരം വീട്ടാനായിട്ട് നമ്മൾ ആ രീതിയിൽ ഒരുങ്ങണം. പ്രഭയുടെ അഭിനയം കണ്ട നമ്മുടെ മോക്ക് വേണ്ടിയാണ് അവൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് തോന്നും. ഒരു കണക്കിന് നമ്മുടെ മോൾക്ക് വേണ്ടി തന്നെയാ ജീവിച്ചേ. നമ്മുടെ മോള് തിരിച്ചു പോകുമ്പോ പുറകെ അവരും പോവാൻ ഒരുങ്ങല്ലേ. എല്ലാരെയും കൊന്നൊടുക്കാൻ പോവാ. സിദ്ധു, പ്രഭ, നന്ദൻ, രജനി എല്ലാരും തീർക്കും. പിന്നെ അവളാ എവിടെയോ ഒളിച്ചിരിക്കുന്ന ദേവിക, അവളുടെ തന്ത മാധവൻ. അവളെ ആ ദേവികയെ ഇവിടെ കൊണ്ടുവരും. എന്നിട്ട് എന്റെ മോളുടെ മുന്നിൽ വെച്ചായിരിക്കും ഞാൻ അവളെ അവസാനിപ്പിക്കുന്നത്. ആ കാഴ്ച എന്റെ മോൾ കാണണം. അച്ഛന്റെ ഈ കടമ തീർന്നു കഴിഞ്ഞാല് മോളുടെ അടുത്തേക്ക് ഞങ്ങളും വരും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.